Hi friends, welcome back to Friends Kitchen World. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റിയായ ക്രീമി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി എൻ്റേതല്ല കേട്ടോ. ഇത് എനിക്ക് പറഞ്ഞു തന്നത് സീതാത്തയാണ്, എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുടെ മകള്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ, ഏകദേശം ഒരു 1 kg ചിക്കൻ ഞാനിവിടെ മുളകും മഞ്ഞൾ, കുരുമുളക് പൊടി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. പെപ്പർ ഫ്രൈയോ അല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഫ്രൈ ആണെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് 2 വലിയ ഉള്ളി, 100 gram കാഷ്യൂനട്ട്, മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ, മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ, അതുപോലെ തന്നെ 3 വലിയ തക്കാളി നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഒരു ഫ്രൈ പാനിൽ 1/2 portion ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബട്ടറിലാണ് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി ചെറുതായിട്ട് വേണം അരിയാൻ. എന്തായാലും നമ്മളിത് മിക്സിയിൽ അടിക്കേണ്ടതുണ്ട്, എന്നാലും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കാഷ്യൂനട്ടും നന്നായി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബോയിൽ ചെയ്ത തക്കാളി ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു മിക്സിയിൽ തന്നെ വാടി വന്ന ഉള്ളിയും കാഷ്യൂനട്ടും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് അടിച്ചു വെച്ച തക്കാളിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ച ഉള്ളി കാഷ്യൂനട്ട് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ എരിവിനായിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത മുളക് പൊടിയും പെപ്പർ പൊടിയും അതൊക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനിടയ്ക്ക് കുറച്ച് സ്പൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഞാൻ ക്രീമി ആയതുകൊണ്ട് അധികം സ്പൈസി ഞാൻ ഇതിലേക്ക് പറയുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 മുളക് മുറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കാം. ക്രീമി ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ആ ഒരു എരിവ് അതിൽ പറയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എരിവ് അല്പം കുറച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ആ കാരണത്താൽ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒരൽപ്പം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൽപ്പം ബട്ടർ കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ക്രീമി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, ഭട്ടൂരി, അതുപോലെ പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ ക്രീമി ബട്ടർ ചിക്കനാണിത്. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാ ഇതുപോലെ പല പല വ്യത്യസ്തമായ വിഭവമായി ഞാൻ വീണ്ടും വരും. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.